ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 31 അധ്യായം നമ്മൾ ഇന്ന് വായിക്കുക. നിങ്ങൾ ഓരോ ചാപ്റ്റർ വായിക്കുമ്പോഴും നമ്മുടെ സമാഗമന കൂടാരത്തിലെ ഓരോ സാധനങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിച്ചു വരുന്നത്. നിങ്ങൾ ക്രമമായി വായിച്ചു പോയിക്കൊള്ളുക. അപ്പോൾ ഞാനിതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളെപ്പറ്റി ഓരോ ദിവസവും സംസാരിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് തങ്ക നിലവിളക്കിനെ കുറിച്ചാണ്. 7 ശാഖകളുള്ള 7 തിരികൾ കത്തിക്കാവുന്ന രീതിയിലുള്ള ഒരു തങ്ക നിലവിളക്ക്. അത് തങ്കം കൊണ്ട് അല്ലെങ്കിൽ സ്വർണം കൊണ്ടാണ് ആ വിളക്ക് ഉണ്ടാക്കേണ്ടത്. അടിപ്പ് പണിയായി അത് ഉണ്ടാക്കേണ്ടതാണ്. 2 സൈഡിലായി 3 വീതം 6 ശാഖകളും നടുക്ക് അതിന് തണ്ടും, അങ്ങനെ 7 ദീപം ഒരേ സമയത്ത് ഇതിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കും. 7 എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണതയുടെ സംഖ്യയാണ്. നമുക്കും സഭയിൽ നമ്മെ പ്രകാശിപ്പിക്കുന്ന 7 കുദാശകളാണല്ലോ നമുക്കും ഉള്ളത്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. പുതിയ നിയമത്തിൽ പ്രകാശിക്കാൻ പോകുന്ന ക്രിസ്തുവിൻ്റെ ആ വെളിച്ചം ഒരു മാതൃകയായി ഈ വിളക്കിനെ നമുക്ക് കാണാവുന്നതാണ്. മറ്റൊരു കാര്യം പറഞ്ഞ്, ഈ വിളക്ക് സദാസമയം കത്തിക്കൊണ്ടിരിക്കണം. ഓരോ ശാഖയുടെയും അകം പൊള്ളയും അതിൽ എണ്ണയും ഉണ്ടായിരുന്നു. എണ്ണ പരിശുദ്ധാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം അത് എപ്പോഴും അതിങ്ങനെ ജ്വലിച്ച് പ്രകാശിച്ചുകൊണ്ടിരിക്കണം. ഓരോ ശാഖയും അടിപ്പ് പണിയാണ്. ജീവിത അനുഭവത്തിലൂടെ ശക്തിയേറിയ അടികളാൽ നമ്മൾ രൂപാന്തരപ്പെട്ട് പരിശുദ്ധാത്മാവാകുന്ന എണ്ണ നമ്മിൽ ഇത് നിറഞ്ഞ് ലോകത്തിന് പ്രകാശം കൊടുക്കുന്ന ഓരോ ചെറിയ തിരികളായി, വിളക്കുകളായി, തണ്ടുകളായി ഞാനും നിങ്ങളും മാറണം. ക്രിസ്തുവാകുന്ന ആ തങ്ക നിലവിളക്കിൻ്റെ ഓരോ ശാഖയായി തീരുവാൻ ഓരോ വിശ്വാസിക്കും സാധിക്കേണ്ടതാണ്. യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായത്തിൽ മുന്തിരി തണ്ടുകളെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് ചെത്തി വെടിപ്പാക്കുന്ന ആ തണ്ടുകൾ, അതിലാണ് ഫലങ്ങൾ കായ്ക്കുക. ഫലം കായ്ക്കാത്ത കൊമ്പുകൾ നീക്കിക്കളയത്തുള്ളൂ. ഫലം കായ്ക്കുന്നതിന്, കൂടുതൽ ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുമെന്നാണ്. ഇതിൽ എണ്ണയുണ്ടോ എന്ന് പുരോഹിതൻ സദാസമയം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. എണ്ണ അതിൽ ഒരിക്കലും അത് തീർന്നു പോകാൻ പാടില്ലാത്തതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മൾ കത്തി നിൽക്കുന്ന, പ്രകാശിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ ജീവിത സാക്ഷ്യത്തെയും ആണ് ഇത് പ്രധാനമായി ഇത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വെളിച്ചമാകുന്ന സഭയുടെ ഒരു ചിത്രമായും ഇതിനെ നമുക്ക് കാണാവുന്നതാണ്. ഇതിന് ഒരൊറ്റ തണ്ടേ ഉള്ളൂ. ആ തണ്ടിന്മേലാണ് മറ്റ് ശാഖകളൊക്കെയും ഇവിടെ നിലനിൽക്കുന്നത്. അതിനു മുമ്പേ പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവാകുന്ന ആ തണ്ടിന്മേൽ പ്രകാശിക്കുന്ന ശാഖകളായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഓരോ നിലവിളക്കിലെ ഓരോ ദീപനാളവും സ്വന്തം നിലയിലാണ് പ്രകാശിക്കേണ്ടത്. അതിലേതെങ്കിലും ഒന്ന് കെട്ടുപോയാൽ ആ സഭാഗാത്രത്തിൽ ആ ഭാഗം അന്ധകാരമാവുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മളൊക്കെയും പരിശുദ്ധാത്മാവിനാൽ ഇത് നിറയപ്പെട്ട് നല്ല സാക്ഷ്യമുള്ളവരായി ദൈവസന്നിധിയിൽ നമ്മൾ കത്തിജ്വലിക്കേണ്ടവരാണ്. നമ്മൾ വായിക്കുന്ന ദൈവവചനവും നാം നടത്തുന്ന പ്രാർത്ഥനകളും ആരാധനകളും ഇങ്ങനെ നിത്യം ഒരു പ്രകാശമായി തീരുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും ചിന്തിക്കുക, ഞാൻ പ്രകാശിക്കുന്ന ഒരു വിളക്കാണ്. ഓരോ ദിവസം പ്രഭാതത്തിലും എഴുന്നേൽക്കുമ്പോൾ, ദൈവമേ, ഇന്ന് പ്രകാശം വരുത്തുന്ന ഒരു വിളക്കായി തീരുവാൻ തക്കവണ്ണം എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സന്ധ്യയ്ക്ക് കിടക്കുന്നതിന് മുൻപ് ഇന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രകാശം എൻ്റെ വാക്കിലൂടെ, എൻ്റെ പ്രവൃത്തിയിലൂടെ നൽകുവാൻ സാധിച്ചോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ആയതുപോലെ സഭാഗാത്രത്തിലെ ആ തങ്ക നിലവിളക്കിൻ്റെ ഒരു തിരിയായി തീരുവാൻ തക്കവണ്ണം ദൈവമേ, പരിശുദ്ധാത്മാവേ,
ശക്തീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളും ശുശ്രൂഷകളും ഒക്കെ അതിന് നമ്മെ സഹായിക്കട്ടെ. ദൈവം അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.